പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഹല്ലേലൂയ മാർച്ച് മാസം 17-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കിയേ, എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തി. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ഹല്ലേലൂയ, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്, താങ്ക് യു ലോഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അപ്പാ, ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളോടുള്ള അങ്ങയുടെ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, അങ്ങ് ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തകർക്കുമെന്ന് ശത്രു വാദിച്ചെടുത്ത് ആമേൻ ഞങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ച് അത്ഭുതമായി ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇതുവരെ ഞങ്ങളെ കൊണ്ടുവന്നവൻ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ വിശ്വസ്തനായ ദൈവമാകിയാൽ സ്തോത്രം. ഇതുവരെ നടത്തിയവൻ ഇനിയും നടത്തുവാൻ മതിയായവനാകിയാൽ സ്തോത്രം. ഓരോ നാളും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവിൻ. 117-ാം സങ്കീർത്തനമാണ്. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ഏകാഗ്രതയോടെ ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ 2025 മാർച്ച് മാസം 17-ാം തീയതി അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് തന്ന പ്രിവിലേജിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ ഇന്ന് കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. രോഗികളായി ആരെങ്കിലും ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോട്ടെ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സമാധാനവും ഉണ്ടാകട്ടെ. കുടുംബമായി ഈ ഭവനങ്ങൾക്കകത്ത് ദൈവിക സന്തോഷം വ്യാപരിക്കട്ടെ. കുടുംബമായി ദൈവിക സമാധാനം വ്യാപരിക്കട്ടെ. കുടുംബമായി ദൈവിക സ്വസ്ഥത അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. പ്രത്യേകിച്ച് കൈകാലുകൾക്കുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കുരുട്ട കണ്ണുകൾ തുറക്കപ്പെടട്ടെ. കാഴ്ചക്കുറവുകൾ മാറട്ടെ. ആമേൻ. ബ്ലൈൻഡ് ഐസ് യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. കേൾക്കാത്തവർ യേശുവിൻ്റെ നാമത്തിൽ കേൾക്കട്ടെ. സംസാരിക്കുവാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ. നടക്കുവാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ഇന്ന് ദൈവിക അത്ഭുതം തങ്ങളുടെ ശരീരത്തിൽ യേശുവിൻ നാമത്തിൽ സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപജീവന മാർഗങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ വഴികൾ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് വിവാഹം നടക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടുന്നതായ കൃപ കൊടുത്താട്ടെ, വേണ്ടുന്നതായ പരിജ്ഞാനം കൊടുത്താട്ടെ, വേണ്ടുന്നതായ ദൈവിക ബുദ്ധി കൊടുത്താട്ടെ, ആത്മാവിൻ്റെ ശക്തി കൊടുത്താട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ഇന്നത്തെ 10th ഗ്രേഡേഴ്സിൻ്റെ എക്സാമിൽ അത്ഭുതം നടക്കട്ടെ. അതുപോലെ കമ്മിങ് എക്സാംസ് എല്ലാം അത്ഭുതമായി തീരട്ടെ.
പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വിഷയമാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമുക്ക് കർത്താവ് അനുവദിച്ചാൽ മീറ്റിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിക്കാം. കർത്താവ് നമ്മളോട് ഇടപെടുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ, ദൈവശക്തി അനുഭവിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കാര്യങ്ങൾ ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗായി മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയും കാണുന്ന, അവൻ സാന്നിധ്യം അനുഭവിക്കുന്ന, ദൈവിക പ്രവൃത്തി കാണുന്ന ദിവസമായി മാറട്ടെ. ഏറ്റവും അധികം ജനം പങ്കെടുക്കുന്ന മീറ്റിംഗായി മാറട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം, എല്ലാവരും സൗഖ്യമാകണം, എല്ലാവരും വിടുവിക്കപ്പെടണം. കർത്താവിൻ്റെ അത്ഭുതം നടക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ മീറ്റിങ്ങിനെ ബ്ലെസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മറക്കില്ല കേട്ടോ, ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9:30 കർത്താവ് അനുവദിച്ചാൽ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കും, കർത്താവിൻ്റെ ഹിതമായാൽ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വേണം അതിൽ പങ്കെടുക്കുവാൻ. ഒരാൾ പോലും മീറ്റിംഗ് മിസ്സാക്കി കളയട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവരോട് പറയണം ഇങ്ങനൊരു മീറ്റിംഗ് നടക്കുന്ന വിവരം. അതുമാത്രമല്ല, നിങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണം ഇന്നത്തെ പകൽക്കാലം. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുക. റോമാലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. സ്തോത്രം. നമുക്കെല്ലാവർക്കും അത്യാവശ്യം കാണാതറിയാവുന്ന ഭാഗങ്ങളായത്. ആമേൻ. 17-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, മരിച്ചതിനെ അവൻ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ എന്ത് ചെയ്യും, ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. ഇങ്ങോട്ട് നോക്കിയേ, ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞെ, നിങ്ങളുടെ ജീവിതം എത്ര പ്രശ്നത്തിന് നടുവിലാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കണം, അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം, ആ യേശു എന്ന നാമത്തിൽ വിശ്വസിക്കണം. അതിനകത്ത് അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. അവൻ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമുക്കെല്ലാവർക്കും പിതാവാകാൻ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുള്ളൂ. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞിരിക്കുക, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കി വെക്കും. അബ്രഹാമിന് ഏകദേശം 100 വയസ്സായി, സാറയ്ക്കും പ്രായമായി. അവൻ നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ 75 വയസ്സ് കഴിഞ്ഞു, 80 വയസ്സായി, 85 വയസ്സായി, 90 വയസ്സായി, 95 വയസ്സായി. അപ്പോഴും അബ്രഹാമിനെ ആശയ്ക്ക് വിരുദ്ധമായി ആശയോടെ വിശ്വസിച്ചു. 19-ാമത്തെ വാക്യം പറയുന്നത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ആമേൻ, ആമേൻ. ഇതുവരെ നിലവിലില്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ആര് വിശ്വസിച്ചു? അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വാഗ്ദത്തം വിശ്വസിക്കുകയും ദൈവം അത് നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെയൊക്കെ കുഴപ്പമില്ല, നമ്മൾ വാഗ്ദത്തം കേൾക്കും, 2 ദിവസം വിശ്വസിക്കും, പിന്നെ ഇത് നിറവേറപ്പെടുമോ എന്ന് നമുക്ക് സംശയമാകും, നമ്മൾ വിശ്വസിക്കത്തില്ല. ആമേൻ. ദൈവവചനത്തെ വിശ്വസിച്ചു, അതിൻ്റെ ഫലമായി അവൻ അനേകം ജനതകളുടെ പിതാവായി. അമേൻ. എന്താ ചെയ്തത്? കർത്താവ് പറഞ്ഞായിരുന്നു, നിന്റെ സന്തതികൾ ഈ വണ്ണമാകും, കർത്താവ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും, സമുദ്രതീരത്തിലെ മണൽധരി പോലെ വർദ്ധിപ്പിക്കും. അപ്പോഴും അമേൻ, അബ്രഹാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? ശക്തമായിരുന്നു. സാറയുടെ ഗർഭപാത്രം, അബ്രഹാം തൻ്റെ ശരീരത്തിലോട്ട് നോക്കുമ്പോൾ ശരീരം പ്രായമായി നിർജീവമായി പോയി. സാറയുടെ ശരീരത്തിലൊക്കെ സാറയും നിർജീവമായി, ഗർഭപാത്രമൊക്കെ ജീവനില്ലാതായി. ഇതൊന്നും അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ബാധിച്ചില്ല. അബ്രഹാം സാഹചര്യത്തെ കണ്ടിട്ട് ദൈവത്തിൽ അവിശ്വസിച്ചില്ല, സാഹചര്യത്തെ കണ്ടിട്ടും ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ച്, അബ്രഹാം പറയുന്നുണ്ടാകാം, എൻ്റെ ശരീരം നിർജീവമായി, ഈ ശരീരമെല്ലാം വല്ലാതായി. സാറായി നോക്കുമ്പോൾ സാറായിക്കും പ്രായമായി. പക്ഷെ ഇതൊന്നും എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല, എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ ഇതൊന്നും ഒരു വിഷയമല്ല. എൻ്റെ പ്രായം കഴിഞ്ഞു പോയതോ എൻ്റെ ഭാര്യയുടെ പ്രായം കഴിഞ്ഞു പോയതോ ഒന്നും തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിറവേറ്റുന്നതിന് തടസ്സമല്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ വിശ്വാസം വളരെ ശക്തമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നത് നിർത്തിയില്ല. ദൈവം പറഞ്ഞത് അവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി, പിന്നെ സ്തോത്രമില്ല. നമ്മളൊക്കെ ദൈവം വാഗ്ദത്തം ചെയ്തു, നമ്മൾ വാഗ്ദത്തം കേട്ടു, അല്ലെങ്കിൽ ദൈവവചനം കേട്ടു, കുറച്ച് ദിവസം കേട്ട് സ്തോത്രം പറഞ്ഞു, കുറച്ച് ദിവസം കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്തു? വിശ്വസിക്കുന്ന പരിപാടി നിർത്തി. കാരണം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ ശരീരം ബലപ്പെട്ടു. ആമേൻ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ എല്ലാ ശക്തിയും ദൈവത്തിനുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചു. അത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി മാറി. ഇവിടെ നോക്കി, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്നുള്ള ദൈവവചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ ശരീരത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചിരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അതിലേക്ക് നോക്കാതെ വാഗ്ദത്തത്തിലേക്ക് നോക്കിയിട്ട് പറയണം, നോ പ്രോബ്ലം, ഇപ്പുറത്ത് രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ വചനം നിറവേറ്റുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. അങ്ങനെ വിശ്വസിച്ചു. അബ്രഹാം പറഞ്ഞു, അബ്രഹാമിൻ്റെ ശരീരത്തിലോട്ട് നോക്കിയപ്പോൾ 100 വയസ്സ്. സാറായി നോക്കിയപ്പോൾ സാറായിലും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ശരീരത്തിലല്ല വിശ്വസിച്ചത്, അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ വിശ്വസിക്കരുത്, നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കരുത്, നിങ്ങളുടെ ബലത്തിൽ വിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, അത്ഭുതത്തെ കാണുക. കേട്ടോ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, അത്ഭുതത്തെ കാണുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരിക. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.